സദ്യയിലേക്ക് നിങ്ങൾ കാണാറില്ലേ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ അതിലും എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 400 ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അത് ഇതുപോലെ ചെറുതാക്കി അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നോർമൽ മുളക് പൊടിയാണെങ്കിൽ 3 ടേബിൾ സ്പൂണൊന്നും വേണ്ടി വരില്ല കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു പാൻ ചൂടായി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ ഒരു ചൂടോട് കൂടെ തന്നെ ഈ ഒരു മാങ്ങ മിക്സിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റിലുള്ള കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി. തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.